ഹലോ, ഗുഡ് മോർണിംഗ് ഗേസ്. അപ്പം ഇന്ന് നമ്മൾ വർക്കിന് ഇറങ്ങുന്നത് 6:21 ആയിക്കോട്ടെ സമയം. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഗ്യാപ്പിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തട്ടെ. ഇന്നലെ ബി ഒക്കെ നമ്മൾ 0 ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. CNG പിന്നെ ഒരു 4 ഘട്ടമേ ഉള്ളൂ. അങ്ങനെ നമ്മളെ കോൾഡ് സ്റ്റാർട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടോ. ഞാൻ ഊബറും റാപ്പിഡോ 2 ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. 6:23 ആയിട്ടോ ഇപ്പോൾ സമയം. ഇന്നലെ നമ്മൾ എയർപോർട്ട് പോയത് 2 ട്രിപ്പാട്ടോ ടോട്ടൽ ഓടിയത്. ഒന്ന് റാപ്പിഡോയിൽ ഓടി, ഒന്ന് ഊബറിൽ ഓടി. അപ്പോൾ CNG അതിന് മുമ്പത്തെ ദിവസം അടിച്ചു വെച്ചതേന്. അപ്പോൾ ഇന്നലെ CNG 2 ഘട്ടേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിലുള്ള ബാലൻസ് ആണ് ഈ 4 ഘട്ട. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ കിട്ടിയതിന് ചിലവില്ല. അതുകൊണ്ട് ഫുള്ള് ലീവാക്കിയില്ല. 2 ട്രിപ്പെങ്കിൽ 2 ട്രിപ്പ് ഓടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മളെ സൊറമുക്കിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഒരു കാലിച്ചായ കുടിച്ചിട്ട് തുടങ്ങാം. അങ്ങനെ നമ്മൾ കഴിക്കണത് ഒരു കേക്ക്, ഒരു കട്ടൻ ചായ കേട്ടോ. ഞാനിങ്ങനെ ഇവിടെ എത്തിയപ്പോൾ വിളിച്ചപ്പോഴാണ് ചെക്കൻ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ചെക്കനൊരു പണിയില്ല, ഫുൾ ടൈം നമ്മളെത്തിക്കാരില്ല. തന്നെ പണി, ട്രിപ്പൊന്നുമില്ല. നമ്മളെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. ഞങ്ങൾ വണ്ടി ഇവിടെ ചെറിയ ഗ്രൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളെ റിൻഷിതും കൂടെ പോന്നിട്ടുണ്ട്. കിട്ടുന്ന ട്രിപ്പ് അപ്പോൾ പുതിയ വണ്ടി ആയതുകൊണ്ട് എവിടെ ഞങ്ങൾ ഒരുമിച്ച് എന്നാലും ഫസ്റ്റ് ട്രിപ്പ് എടുത്ത് പോകും. കണ്ടോ, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ സെക്കൻഡ് ട്രിപ്പ് അടിച്ച് ഞാനവിടെ ഫസ്റ്റ് വന്ന്. അപ്പോൾ എന്താ, പുതിയ വണ്ടിയും പുതിയ അക്കൗണ്ട് ആയിട്ട് ട്രിപ്പ് ഇങ്ങനെ വാരിക്കോരി കൊടുക്കുകയാണ്. നമ്മൾ ഇന്നത്തെ ട്രിപ്പ് 7:15 നമ്മൾ ഊബറിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കവിദാസ്. നമുക്ക് കുറച്ച് മുമ്പ് റാപ്പിഡോയില് ട്രിപ്പ് ഒന്ന് മിന്നിപ്പോയി. അപ്പോൾ ആരോ റാഞ്ചി കൊണ്ടുപോയി. നല്ല ലാഭമുള്ള ഒരു ട്രിപ്പായിരുന്നു. അതുകൊണ്ട് റാപ്പിഡോയില് ട്രിപ്പൊക്കെ ലാഭമുള്ള ട്രിപ്പുകളൊക്കെ പെട്ടെന്ന് പോകും. ഇത് നമുക്ക് 400 മീറ്റർ കേട്ടോ പിക്കപ്പ്. അങ്ങോട്ട് ഫ്രണ്ടിക്ക് തന്നെയാണ് പോകേണ്ടത്. പ്രിൻസിന് അങ്ങോട്ട് ഫ്രണ്ടിക്ക് പോയിട്ടേ ഈ ഒരു പച്ച റോഡുണ്ട് റൈറ്റിക്ക്, അതിലൂടെ അവിടെ നിന്നാണ് പിക്കപ്പ് അടിച്ചത്. നമുക്ക് ഇവിടെ തന്നെയാണ് പിക്കപ്പ് ഉള്ളത്. കരിങ്ങാച്ചിറക്കാട്ടോ ഡ്രോപ്പ് ഉള്ളത്. അപ്പോൾ ഇതേതായാലും ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം. അങ്ങനെ നമ്മൾ വീണ്ടും കാക്കനാട് എത്തിയിട്ടുണ്ട് കേട്ടോ. 2 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 413 രൂപ. ആദ്യത്തെ ട്രിപ്പ് നമ്മളെ തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഡ്രോപ്പ് ചെയ്യണതിൻ്റെ മുമ്പ് ആ മെട്രോ സ്റ്റേഷൻ്റെ ഒക്കെ അവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് അടുത്ത ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് പിക്കപ്പ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കസ്റ്റമർ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അടുത്ത കസ്റ്റമർ ഡോർ തുറന്നു. ഈ കൂളിംഗ് ഉണ്ടായതുകൊണ്ടേ കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ മറ്റേ കസ്റ്റമർ ഇറങ്ങി. അപ്പോൾ ഇതിന്റെ സ്പോട്ടിൽ ഈ കസ്റ്റമർ കയറി. ഇതൊരു ലേഡി ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ട്രിപ്പ് പിക്ക് ചെയ്ത് പോന്നപ്പോൾ ഒരു 1/2 കിലോമീറ്റർ പോന്നപ്പോൾ തന്നെ ഇതാ റാപ്പിഡോയിൽ അടുത്തൊരു ട്രിപ്പ് അടിച്ച് 268 രൂപയുടെ. അത് നമ്മളെ കൊല്ലംകുടിമുകൾ നമ്മളെ റൂമിൻ്റെ അടുത്തേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അത് നല്ല ലാഭമുള്ള ട്രിപ്പായിരുന്നു. ഇതിനിപ്പോൾ നമുക്ക് 187 രൂപയായിട്ട് കിട്ടിയത് ഇപ്പോൾ പോകുന്ന ട്രിപ്പിന്. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഊബറിൽ ഏതെങ്കിലും ട്രിപ്പ് ഓടുമ്പോഴോ അല്ലെങ്കിൽ ഊബറിൽ പിക്ക് ചെയ്യാൻ പോകുമ്പോൾ കസ്റ്റമർ അടുത്ത് എത്തുമ്പോഴൊക്കെ റാപ്പിഡോന്റെ ട്രിപ്പ് അടിക്കുക. ഇനിയിപ്പോൾ ഇവിടെ നമ്മളെ അളകാപുരിന്റെ അടുത്തുള്ള പള്ളിന്റെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചെറിയൊരു പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് 1 മിനിറ്റ് പോലും പാർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിന് ട്രിപ്പ് അടിച്ചിട്ട് ഒരു റിക്കിന്റെ നല്ല ലാഭമുള്ള ട്രിപ്പാട്ടോ. 11 കിലോമീറ്ററിന് 200 സംതിങ് എത്ര ഉണ്ട്, 850 മീറ്റർ ഉള്ളൂ പിക്കപ്പ്. 8412 ആ മറ്റേ പിന്നെത്ര പിൻ നമ്പർ അമൃതേക്കല്ലേ. അങ്ങനെ ആ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടോ. നമ്മളെ അമൃത ഹോസ്പിറ്റലിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരു റാപ്പിഡോയിൽ 15 കിലോമീറ്ററിന്റെ ട്രിപ്പ് അടിച്ചു. പക്ഷെ അത് കിട്ടിയില്ല, പെട്ടെന്ന് തന്നെ പോയി. ഇനി ഇവിടെ ഞാൻ വെയിറ്റ് ചെയ്യണില്ല. ഇവിടെ വെയിറ്റ് ചെയ്യാൻ സ്ഥലം ഉണ്ടാവില്ല പാർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ വല്ല ഇങ്ങനെ കുന്നുംപുറം പോട്ടെ. അവിടെ നമ്മളെ ഫുഡ് കോർണറിൽ പോയിട്ട് കുറെ ദിവസമായി. അവിടുന്ന് ഒരു പുട്ടും ചായയും കുടിച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമല്ലോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ട്രിപ്പ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തോടാ, ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇനി ഓണാക്കാം. അങ്ങനെ നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പിങ്കിന്റെ ട്രിപ്പ്. ഇപ്പൊ നമ്മളിവിടെ സിഗ്നലിന്റെ അവിടെയാണ് ഉള്ളത്, തുരങ്കത്തിന്റെ അവിടെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പിക്കപ്പ് എന്ന് എനിക്ക് തോന്നണത്. ഇവിടുന്ന് റൈറ്റ് ആണ് കാണിക്കുന്നത്. അപ്പൊ ഇത് മരടിലേക്കാട്ടോ ഡ്രോപ്പ്. ഇനിയിപ്പോ അവിടുന്ന് ചായ കുടിക്കാം. അപ്പൊ നമ്മളിവിടെ പിക്കപ്പ് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആളെ കാണാനില്ല, ചെറിയൊരു അപ്പാർട്ട്മെന്റ് ആണ്. കുറച്ചേരം വെയിറ്റ് ചെയ്തൊക്കെ കോൾ ചെയ്തപ്പോ ബിസിയാണ് പറയണേ. ഞാൻ ജസ്റ്റ് ഒന്ന് ഊബർ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റത്തെ ഡ്രോപ്പ് നമുക്ക് ഈ ഒരു ഓഫീസിലേക്കായിരുന്നു. സമയം 10:25 ആയിട്ടോ. ഇതിപ്പോഴേ നമ്മളെ കളമശ്ശേരി രാജഗിരിക്ക് സ്കൂൾക്ക് പോണ റോഡാട്ടത്. മറ്റേ പിങ്കിന്റെ ട്രിപ്പിന് ശേഷം അയാൾക്ക് തന്നെ വേറെ വെണ്ണലക്കും കൂടി പോണെന്ന് പറഞ്ഞു. ആദ്യത്തെ ഊബറിൽ കൊടുത്തിട്ടുണ്ട് അതിന് മരടിലേക്കായിരുന്നു. അപ്പൊ അത് ടോട്ടൽ ക്യാഷ് കളക്ട് 300 ഉണ്ടായിരുന്നു. നമുക്ക് കിട്ടിയത് എത്ര ഞാൻ കറക്റ്റ് നോക്കിയില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് വെണ്ണലൊക്കെ ആക്കി തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടേക്ക് 250 രൂപ ഉണ്ട്. അപ്പൊ ആ 250 രൂപ നമുക്ക് കമ്മീഷൻ അല്ലാണ്ട് കിട്ടി, പേഴ്സണലായിട്ട് പോകുന്നത്. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഞാൻ പാലച്ചോട് ഒരു ഹോട്ടലുണ്ട്, അവിടെ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഈ ട്രിപ്പ് അടിച്ചത്. അപ്പൊ ഈ ട്രിപ്പ് ഏകദേശം ഡ്രോപ്പ് ചെയ്യണതിന്റെ മുമ്പ് തന്നെ നമ്മളെ CNG വാണിംഗ് ആയി. ഒരു കട്ടയിൽ ഇപ്പോൾ കുറച്ച് പോകുന്നു, ഒരു 5 കിലോമീറ്റർ പോകുന്നു. അപ്പൊ കറക്റ്റ് സമയമാണ്. അപ്പൊ ഇവിടെ നമ്മളെ കണ്ടെയ്നർ ഓട്ടം ഒരു ഇന്ത്യൻ ഓയിലിൽ CNG ഉണ്ട്. അപ്പൊ അവിടുന്ന് CNG അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഊബർ ഓഫ് ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ പമ്പിൽ എത്തിയിട്ടോ. പക്ഷെങ്കിൽ ഇവിടെ CNG ഇല്ല. ഇവിടെ അതിന്റെ മെഷീൻ എന്തോ കംപ്ലൈന്റ് ആയിട്ട് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി അടുത്തത് മുട്ടം പോകണം. ഇവിടുന്ന് ഇനി മുട്ടാണ് അടുത്തുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ അവിടേക്ക് പോകണം. അത് കുറച്ച് ദൂരം ഉണ്ട്. അപ്പോൾ മുട്ടത്തുനിന്ന് അടിക്കാം. ഇവിടെ നമ്മളൊരു അരമണിക്കൂർ പോകും കേട്ടോ. ഏകദേശം ഒരു 10-12 വണ്ടി ഉണ്ട് തോന്നണേ. ആ തലക്കാണ് CNGന്റെ കുറ്റിയുള്ളത്. അപ്പൊ ഇതിലെങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് പോകുമ്പോൾ എന്തായാലും ഇപ്പൊ നമുക്ക് ഇവിടെ കാണുന്നത് ഒരു 4 വണ്ടിയേ ഉള്ളൂ. അപ്പുറത്ത് ഇതേപോലെ ഒരു
4-5 വണ്ടി ഉണ്ടാവും. ഇതാണ് ഈ സമയത്ത് അടിച്ചാലുള്ള കുഴപ്പം. ഓട്ടമുള്ള സമയത്ത് ഇപ്പോൾ വലിയ ബ്ലോക്ക് ഇല്ല കേട്ടോ, 10:40 ഇപ്പോൾ സമയം. അപ്പോൾ ഈ സമയത്തൊക്കെ ഇങ്ങനെ വരുന്നാണ്ട് വെറുതെ സമയം പോകുമ്പോഴാണ് ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ നമ്മൾ CNG അടിക്കൽ പരിപാടി കഴിഞ്ഞിട്ടോ. 754 രൂപ കേട്ടോ CNG അടിച്ചത്. കഴിഞ്ഞ CNGയിൽ 207 കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നു. അതങ്ങനെ 0 ആക്കിയിട്ടുണ്ട്. സമയം 11:02 ആയിട്ടോ. ഇനി അവിടെ ആ മെട്രോന്റെ താഴെ നല്ല ചായക്കടകളുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ചായ കുടിക്കട്ടെ. ഞാൻ ഊബറും റാപ്പിഡൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട്. ട്രിപ്പ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ പോവാം, ഇല്ലാന്നുണ്ടെങ്കിൽ ചായ കുടിച്ചിട്ട് ഇറങ്ങാം. ചായ ഒരു പഴനിറവ് കേട്ടോ വാങ്ങിയത്. ഇനിയിപ്പോൾ ഏതായാലും ലഞ്ച് കഴിക്കാനുള്ള സമയമായില്ലേ, അപ്പോൾ ഇനി ചോറ് കഴിക്കാം. അപ്പോൾ നമ്മൾ റിൻഷത് വന്നിട്ടുണ്ട് കേട്ടോ. അവൻ്റെ വണ്ടിക്ക് CNG അടിക്കണം എന്ന് പറഞ്ഞു. 4 ഘട്ടം ഉണ്ട്. അപ്പോൾ ഓനൊരു പേടി, വല്ല ഇൻട്രസിറ്റി അടിച്ചാലോ എന്നൊക്കെ അങ്ങനത്തെ ഒരു ചിന്തക്കാരനാണ്. അപ്പോൾ പിന്നെ അടിക്കാൻ പോവാന്ന് പറഞ്ഞിട്ടേ അവൻ്റെ വണ്ടിയിലാട്ടോ ഇപ്പോൾ പോണേ. അപ്പോൾ ഇവിടുന്ന് 10 രൂപത്തിൽ നിന്ന് CNG അടിച്ചിട്ട് PWയുടെ ക്യാൻറ്റീൻ ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഓണാക്കാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ നമ്മളെ CNG അടിക്കലും ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. സമയം 1:47 ആയിട്ടുണ്ട്. ഞാൻ ഊബറും റാപ്പിഡൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഞങ്ങളിവിടെ പത്തിരിപ്പാലം ചെങ്ങമ്പുഴ നഗറിലായിരുന്നു കേട്ടോ വണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ ചങ്ങായി CNG അടിക്കുമ്പോഴും ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ഊബർ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രിപ്പ് അടിക്കണില്ല, ഇത്രയും നേരമായിട്ട് ട്രിപ്പ് അടിച്ചിട്ടില്ല. അപ്പം ഞങ്ങൾ എന്തായാലും ഇവിടെ ട്രിപ്പ് ഊബർ ഓൺ ആക്കിയാണ്ട് ഇവിടെ നിൽക്കുന്നില്ല. ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഊബറിൽ ഡെസ്റ്റിനേഷൻ ഇട്ടൊന്നുമില്ല, എവിടേക്ക് ട്രിപ്പ് അടിച്ചാലും പോകും. അപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ നിർത്താണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇനി എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഇവിടെ ആലുവ ചന്തയിൽ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഗുലം എന്ന് പറഞ്ഞിട്ട് ഹിന്ദിക്കാരിയും തോന്നുന്നുണ്ട്. അത് നമ്മളെ പെരുമ്പാവൂരാണ് ഞാൻ കണ്ടത്. 300 സംതിങ് ഉണ്ട് റേറ്റ്. അപ്പോൾ ഞാൻ ഏതായാലും ഇത് ഡ്രോപ്പ് ചെയ്തിട്ട് അവിടുന്ന് എയർപോർട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. നമ്മളിവിടെ കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്തിട്ടോ. ഇതിവിടെ ഒരു ആര്യവൈദ്യശാലിൻ്റെ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്, ചികിത്സൻ്റെ എന്തോ സംഭവമാണ്. അപ്പോൾ കസ്റ്റമർ ഒരു ലേഡി ആയിരുന്നു. അപ്പോൾ ആള് തമിഴാണ്. അപ്പോൾ എനിക്ക് അറിയണ തമിഴൊക്കെ സംസാരിച്ച് നല്ല കമ്പനി, അതിൻ്റെ നമ്പറൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്നോട് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. പിന്നെ ആൾക്ക് റാപ്പിഡോ ബുക്ക് ചെയ്യാനും അല്ലാണ്ട് അറിയില്ല. പിന്നെ എടുത്ത ആൾ ഇപ്പം ഇനി തമിഴ് അറിയണമെന്നില്ലല്ലോ. ഞാനും ആദ്യം തമിഴ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേറെ ഏതൊരു മലയാളി ആളാണ് സംസാരിച്ച് ലൊക്കേഷൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ കാറ് കയറിയപ്പോൾ ഏകദേശം സംസാരം കാര്യങ്ങളൊക്കെ അതിൻ്റെ ഫോൺ നമ്പറൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്ത് ചോദിച്ചപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അതുമല്ല അത്യാവശ്യം ഫെയർ ഉണ്ട്, 358 രൂപ ഫെയർ ഉണ്ട്. അപ്പോൾ പിന്നെ ആലുവൊക്കെ തിരിച്ചാക്കാമെന്ന് വിചാരിച്ചു. കാരണം എയർപോർട്ടിൽ ഇപ്പം തന്നെ പോയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ലായിരിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് പോയത് ഡ്രോപ്പ് ചെയ്തിട്ട് ആലുവന്ന് 12 കിലോമീറ്ററാണ് എയർപോർട്ടിലുള്ളത്. ഇവിടുന്ന് 14 ഇത്ര കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഏതായാലും അതുമ്പാടെ ഡ്രോപ്പ് ചെയ്തിട്ട് എയർപോർട്ട് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പം ഇനി ഏതായാലും നമ്മളെ കസ്റ്റമർ വരട്ടെ. ഇവിടെ തന്നെ കേട്ടോ കയറിയിട്ടുള്ളത്. അങ്ങനെ നമ്മളെ പേഴ്സണൽ ട്രിപ്പ് കഴിഞ്ഞിട്ടോ. ഞാൻ അപ്പോൾ ഇവിടെ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എയർപോർട്ടിലേക്ക് ഞാൻ 1/2 കിലോമീറ്ററും കൂടി ഉള്ളൂ കേട്ടോ. മറ്റേത് 700 രൂപ ഉണ്ടായിരുന്നു ടോട്ടല് ഫെയർ. അപ്പോൾ അത് വെയിറ്റിംഗ് ചാർജ് അടക്കം കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു 100 രൂപയും പാടെ കൂടി 800 രൂപ ഇട്ടുതന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആളെ നാളെയും പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ കുറച്ച് നേരം ചിലപ്പോൾ വെയിറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ അവിടെ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിയിട്ട് കേട്ടോ. നമ്മളെ വ്ളോഗർ റിൻഷത് ഇവിടെ ഉണ്ട്. അവൻ കുറേ നേരമായി ഇവിടെ വന്നിട്ട്. അപ്പോൾ നമ്മുടെ ക്യൂ ഇവിടെ കിടക്കുന്നത് 235 കേട്ടോ. അതിൻ്റെ എത്ര ക്യൂ? എൻ്റെത് 165 150. എൻ്റെ സെഡാനായതുകൊണ്ട് 2 കാണിക്കും. അപ്പോൾ ഇനി ഒരു ലോങ് ഇടവേളയ്ക്ക് ശേഷം കാണാം. ഇവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇനി ഏതായാലും ട്രിപ്പ് അടിക്കുമ്പോൾ കാണാം. സമയം 8:05 ആയിട്ടോ. നമുക്ക് എയർപോർട്ടിൽ നിന്ന് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളിവിടെ ലുലു മാളിൻ്റെ മാരിയറ്റ് ഹോട്ടലിലാട്ടോ. 7:29 നമുക്ക് അവിടെ നിന്ന് ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സമയം 8:05 ആയിട്ടുണ്ട്. ഞാൻ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് കുറേ അപ്പുറത്തായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് വേഗം വന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ വീഡിയോ എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഈ ട്രിപ്പ് ചിലപ്പോൾ ക്യാൻസലായി പോകും, അത്ര ഡിലേ വരുന്നതുകൊണ്ട്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇവിടെ എടപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 8:05 ആണ്. അപ്പോൾ കുറച്ച് നേരം കൂടി ഓടാനുള്ള ഒരു പരിപാടിയിലാണ്. 2 ലോക്കലും പാടെ ഓടിയിട്ട് നേരെ റൂമിലേക്ക് കയറും. അപ്പോൾ ഇപ്പോൾ സമയം 9:52 ആയിട്ടോ. നമുക്ക് വേറെ ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല. ഞാൻ ഇപ്പോൾ ഇവിടെ നമ്മളെ കളമശ്ശേരി മെട്രോ സ്റ്റേഷൻ്റെ താഴെയിട്ടുള്ളത്. ഞാൻ ഇത്രയും നേരെ നമ്മളെ റിൻഷിദിനെ കാത്തുന്നതായിരുന്നു. അവന് എയർപോർട്ടിലേനു, അവന് ട്രിപ്പ് അടിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവന് പുറത്തിറങ്ങാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇറങ്ങണ സമയത്ത് അവനിപ്പോൾ ഒരു കൊടുങ്ങല്ലൂരിലേക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഇപ്പോൾ അവിടുന്ന് കൊടുങ്ങല്ലൂരിൽ നിന്നൊക്കെ കൊണ്ട് വരുമ്പോഴത്തേന് എന്തായാലും ഒരു 12 മണിയാവും. 1 മണിക്കൂറൊക്കെയാണ് എനിക്ക് അവിടേക്ക് സമയം കാണിക്കണേ. അപ്പോൾ അതേപോലെ അവിടുന്ന് ഇങ്ങോട്ടും ഉണ്ടാവും. അപ്പോൾ ഏതായാലും ഇപ്പം ഞാൻ അവനെ കാത്തുന്നിട്ട് വലിയ കാര്യമല്ല. അപ്പോൾ ഇപ്പോൾ പോയി കിടന്നുറങ്ങിയാൽ നാളെ രാവിലെ ഇറങ്ങാമല്ലോ. അപ്പോൾ ഓനാണെങ്കിലും ചിലപ്പോൾ ഇന്ന് അവിടെ കിടന്നുറങ്ങാനുള്ള പരിപാടി ആയിരിക്കും. അപ്പോൾ ഇനി വെറുതെ റിസ്ക് എടുക്കണ്ട. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ നിർത്താനുള്ള പരിപാടിയിലാണ്. ഇന്നിപ്പോൾ നമ്മൾ CNGയിൽ 91 കിലോമീറ്റർ ആട്ടോ ഓടിയത്. ബിയിൽ 166 കിലോമീറ്ററാണ് ഓടിയത്. ഊബറിൽ 6 ട്രിപ്പും റാപ്പിഡോയിൽ ട്രിപ്പ്, പേഴ്സണലായിട്ട് ഒരു ട്രിപ്പും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി ഏതായാലും നാളെ കാണാം.